കൊല്ലം ആയൂരിലെ അഞ്ജന സതീഷിന്റെ മരണത്തിൽ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്ന് കേരള വേഡർ സമാജം. നിഹാസ് വിവാഹ വാഗ്ദാനം നൽകി അഞ്ജനയെ 7 മാസമായി കൂടെ താമസിപ്പിച്ചിരുന്നതായാണ് ആരോപണം. നിരന്തരമായ മാനസിക ശാരീരിക പീഡനം ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അഞ്ജനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എം മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ് പറയൂ. രോഹിണി, കൊല്ലം ആയൂർ കാരാളിക്കുണത്താണ് 21-കാരിയെ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഇപ്പോൾ ഇതിൽ ദുരൂഹത ആരോപിച്ചാണ് വേഡർ സമാജം, അതായത് കേരള വേഡർ സമാജം ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൽ തന്നെ കഴിഞ്ഞ 7 മാസമായി ഈ നിഹാസ് ഈ കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കൂടെ താമസിപ്പിച്ചിരുന്നു എന്നതാണ് ഉയരുന്ന ആരോപണം. ഇത് തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ നിഹാസിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് വേഗം തന്നെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയായിരുന്നു. എന്നാൽ മാനസികമായും ശാരീരികമായും ഈ അഞ്ജന പീഡനമേറ്റിരുന്നു എന്നുള്ളതാണ് ഈ വേഡർ സമാജം ഉന്നയിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ച് കൊണ്ടുപോയി താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം, ഇതിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ആവശ്യം. ഈ നിഹാസ് എന്ന യുവാവുമായാണ് ഈ 21-കാരിയായിട്ടുള്ള അഞ്ജന കഴിഞ്ഞ കുറേയധികം കാലമായി താമസിച്ചിരുന്നത്. അത് നിയമപരമായിട്ടുള്ള ഒരു കാര്യവും, അതായത് വിവാഹം എന്നുള്ളത് നിയമപരമായിട്ട് ഒന്നും രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നതാണ് ആവശ്യം. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.